ഭീകരരുടെ തോക്കിൻ തുമ്പിൽ നിന്നും തലനാരിഴയ്ക്കാണ് മുകേഷ് രക്ഷപ്പെട്ടത്. മുകേഷ് മാത്രമല്ല, കേരളത്തിലെ 4 MLA-മാരും അവരുടെ കുടുംബങ്ങളുമടക്കം 11 പേരായിരുന്നു ഉണ്ടായിരുന്നത്. നിയമസഭാ കമ്മിറ്റി യോഗം ചേരാനായിട്ടാണ് ഇവർ കഴിഞ്ഞ ദിവസം ശ്രീനഗറിലേക്ക് വിമാനം കയറിയത്. എന്നാൽ അവിടെ എത്തിയപ്പോഴേക്കും സ്ഥിതി ഏറെ ഗുരുതരമായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും സുരക്ഷിതരാണ്, എങ്കിലും കാര്യം അതീവ ഗുരുതരമാണ്. മുറിയിൽ നിന്നും പുറത്തിറങ്ങാനാവുന്നില്ല. ചുറ്റും സൈന്യവും സായുധ സേനയുമാണ്. ടൂറിസത്തിനെതിരെയുള്ള ആക്രമണമാണിത് എന്നാണ് ടി സിദ്ദിഖ് MLA പറഞ്ഞത്. മലയാളി അടക്കം കൊല്ലപ്പെട്ട ഭീകരതയുടെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് കേരളത്തിൽ നിന്നുള്ള ജഡ്ജിമാരടക്കം അവിടെ സുരക്ഷിതരാണ്, എങ്കിലും കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ മുറിയിൽ നിന്നും പുറത്തിറങ്ങാനാവാതെ ഇരിക്കുകയാണ് എന്ന വാർത്ത നമ്മൾ അറിയുന്നത്. രാജ്യം വിറച്ച നട്ടുച്ച നേരത്തിനു ശേഷം രാത്രിയിൽ തന്നെ തിരിച്ചടിച്ചുകൊണ്ട് ഇന്ത്യ ഷെല്ലാക്രമണം തുടങ്ങി. വ്യക്തമായ പ്ലാനോടുകൂടിയാണ് മോദി വിമാനമിറങ്ങിയത്. ഐഡന്റിറ്റി കാർഡ് അടക്കം പരിശോധിച്ച് കൊല്ലേണ്ടവരെ നിശ്ചയിച്ചു. ലക്ഷറെ തായ്ബയുടെ അതേ നാണയത്തിൽ രാജ്യം തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു. പൈൻമരക്കാടുകളിലൂടെ ഓടി ഒളിച്ച എല്ലാ ഭീകരരെയും രാജ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിരുപാധികം തിരിച്ചടിക്കുമെന്ന് മോദി പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ഷെല്ലാക്രമണത്തിലേക്ക് കടന്ന് പാകിസ്ഥാൻ ഭീകരരെ സ്കെച്ച് ചെയ്തു കഴിഞ്ഞു നമ്മുടെ കരുത്തായ സൈന്യം. നേരത്തെ നിശ്ചയിച്ചതിന് പ്രകാരം സൗദി അറേബ്യയിൽ നിന്ന് ഇന്ന് രാത്രിയാണ് പ്രധാനമന്ത്രി മോദി തിരിക്കേണ്ടിയിരുന്നത്. പക്ഷേ എല്ലാ ചർച്ചകൾക്കും വിരാമമിട്ടുകൊണ്ട് മോദി ഇന്ത്യയിലേക്ക് പറന്നെത്തുന്ന കാഴ്ചയാണ് രാജ്യം പിന്നീട് കണ്ടത്. ഇത് മോദിക്കുള്ള സമ്മാനമാണ് എന്നാണ് TRF എന്ന ഭീകര സംഘടന കൊല്ലുന്നതിന് മുൻപ് പറഞ്ഞത്. പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ചു കൊന്നപ്പോൾ കൂടെയുള്ള സ്ത്രീകളോട് അവർ പറഞ്ഞത്, ഇത് നിങ്ങൾ നിങ്ങളുടെ മോദിയോട് പോയി പറയൂ എന്നാണ്. അവിടെയാണ് വ്യക്തമായ പ്ലാനോടെ അടിക്ക് തിരിച്ചടി കൊടുക്കാൻ രാത്രിയിൽ തന്നെ രാജ്യം കാക്കുന്ന സൈന്യമെത്തിയത്. മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന കാശ്മീരിലെ ബാസീരിയൻ പുൽമേടുകൾ ഇന്നലെ ചോരക്കളം കൊണ്ട് നിറയുകയാണ് ഉണ്ടായത്. എന്തായാലും തിരിച്ചടിക്കുക തന്നെ ചെയ്യും.